ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ചെറിയൊരു വർക്ക് കിട്ടുന്നുണ്ടേ. സൈറ്റിലേക്ക് പോവാം. ഒരു ചെറിയൊരു വഴിവട്ടം. നമുക്ക് നേരെ സൈറ്റിൽ ചെന്നിട്ട് കാണാമേ. ഇവിടെയൊക്കെ ഒരു വഴിവെട്ടാണ്, തടി വെട്ടിക്കൊണ്ട് പോകാനുള്ള വഴിയാണ്. ഇപ്പൊ സൈറ്റിലെത്തി, നേരെ തുടങ്ങാം. ആദ്യം ഈ കയ്യാല കാണുന്ന ഈ കയ്യാല കയ്യാലക്കല്ല് വലിച്ച് സൈഡിലേക്ക് ഇട്ടേ. എന്നിട്ട് ആ മണ്ണിങ്ങോട്ട് ചായച്ചങ്ങോട്ട് കയറിപ്പോ. പിക്കപ്പ് കയറാനുള്ള വഴി മതി കേട്ടോ. വലിയ വീട്ടിലേക്കുള്ള വഴിയല്ല, ജസ്റ്റ് പിക്കപ്പ് ഒന്ന് കയറണം, അത്രേ ഉള്ളൂ. ഈ കല്ലിവിടെ കിടന്നാ പോരെ, പിന്നെ കോരി എടുക്കാലോ. ആ കല്ല് മാറ്റുന്നില്ലേ? ആ കല്ല് കിടക്കുകയാണെങ്കിൽ ഇച്ചിരി ഉറപ്പ് കിട്ടുമല്ലോ. അതുകൊണ്ട് കല്ല് മാറ്റുന്നില്ല. നേരെ ഈ സൈഡ് പിടിച്ച് ഇങ്ങനെയൊക്കെ ചായക്കാൻ വലിച്ച് ജസ്റ്റ് ഒന്ന് തടി ഇറക്കൊണ്ട് പോകാൻ പിക്കപ്പ് കയറിയാൽ മതി. വേറെ വലിയ മല്ല് പിടിച്ച കേസൊന്നും ഇല്ല കേട്ടോ. അവിടെ ചെറിയൊരു കട്ടിങ്ങാ. ഈ കയ്യാല ഇടിച്ച് ആഴ്ച കേട്ടോ. ഇനി കുറച്ചുകൂടെ ഫ്രണ്ടായിട്ട് കയറി നിന്നിട്ട് ആ ചെറിയൊരു റബ്ബർ പറിച്ച് കളയണം. അത് പറിച്ചിട്ട് വേണം അങ്ങോട്ട് കയറാൻ. ഈ കാണുന്ന റബ്ബർ തള്ള വിട്ടേക്കാം. ഇത് പറിച്ച് അതിന്റെ തൊട്ടടുത്ത് വേറൊരു റബ്ബറുണ്ട് കേട്ടോ. അതോടെ പാട്ടണം. ആ ചേട്ടൻ്റെ ദേഹത്ത് ചെറുതായിട്ടും തട്ടി മാറി നിൽക്കത്തില്ല. എന്നാ ഇങ്ങനെ അത് ഒടിഞ്ഞു പോയി ആ മരം. ആ കുറ്റി ഏതായാലും പറിച്ചെടുക്കാം. പണ്ട് ഈ കാണുന്ന റബ്ബർ നടാൻ വേണ്ടി ഞാൻ തന്നെയാണ് ഇത് കിളച്ചിട്ട് കൊടുത്തത്. ഒരു 5-8 വർഷം മുന്നേ. അന്നും ഇതുപോലെ തന്നെ ഈ കയ്യാല പൊളിച്ചാണ് കയറിയത്. അത് കഴിഞ്ഞ് രണ്ടാമത് കയ്യാല കിട്ടിയത് വീണ്ടും ഞാൻ തന്നെ പൊളിച്ചു. ആ കുറ്റി പറിച്ചേ. ഈ കുറച്ചുകൂടെ മണ്ണൊക്കെ ചായച്ചിട്ട് അങ്ങോട്ട് കയറാം. ഈ ബാലൻസ് വരുന്ന മണ്ണ് മുകളിലേക്ക് തന്നെ കോരിയിടാം കേട്ടോ. കാട്ട് വലിക്കുന്നില്ല. കാട്ട് വലിച്ച് റോഡിൽ ചാടും കുറേ കഴിയുമ്പോൾ. ഈ മണ്ണ് താഴേക്ക് വരാതെ കുറച്ച് മുകളിലേക്ക് തള്ളി വെക്കാം. ുള്ള മണ്ണ് കംപ്ലീറ്റ് മുകളിലേക്ക് തള്ളി. ഇനി വണ്ടി കുറച്ച് മുകളിലേക്ക് കയറി നിൽക്കണം. കയറി നിന്നിട്ട് ആ ലൂസ് മണ്ണ് സൈഡ് കുറച്ച് മാളില് ആ ലൂസ് മണ്ണ് സൈഡിലേക്ക് ആക്കണം കേട്ടോ. ലൂസ് മണ്ണ് കിടന്ന പണിയാണ്. ഈ മഴയായിട്ട് ആദ്യം ആ പറിച്ച റബ്ബറൊന്ന് മാറ്റട്ടെ. ഇതിങ്ങനെ സൈഡിലേക്ക് തള്ളി വെക്കാം. പിക്കപ്പിനായതുകൊണ്ട് വലിയ ചെറിയ ആയൊന്നും കുഴപ്പമില്ല. പിക്കപ്പ് കയറി പോകോളൂ. കാര്യമല്ലേ കയറി പോന്നു. അപ്പൊ തന്നെ അത്യാവശ്യം ഒരു ചാലായി. ഇളകിയ മണ്ണ് മാറ്റിയ വഴിയായി. അങ്ങോട്ട് തള്ളിക്കൊണ്ട് പോയപ്പോഴാണ് തരത്തിലുള്ള മണ്ണ് മാറ്റി. ഇനി മുകളിലേക്ക് ഇനിയും കയറണം. ആ ഒരു ചെറിയ റബ്ബറോടെ മറിക്കും. വലിച്ചാൽ ഇളകത്തില്ല. ഇപ്പം ഗിയറിലിട്ടാ കയറുന്നത്. ചെടിയാ മൊത്തം. സ്നാനം ഉള്ളതുകൊണ്ട് പാടാ. എന്നാലും കുറച്ച് ഭാഗം താഴും. അതിന് ഇറങ്ങി വരുമ്പോൾ ലെവൽ ചെയ്ത് ഇറങ്ങിപ്പോ. പിള്ളേരൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കയറി നിൽക്കും. ഇതിനൊക്കെ ഇങ്ങനെ നീ മരം മറിക്കുന്ന ഇടയ്ക്ക് പിന്നെ ചെയ്യാൻ പിള്ളേരെക്കാളും കഷ്ടം എടുക്കും. വാങ്ങിയുള്ളൂ. അത് ഒടിച്ചു കളഞ്ഞു കേട്ടോ റബ്ബർ. കുഞ്ഞു റബ്ബറാണ്. റോഡ് മാറ്റി മരം പറിക്കാൻ കഴിഞ്ഞാൽ വഴിയായോണ്ടേ മൊത്തം താഴ്ത്തില്ലേ.
ഞാൻ ആ പരിപാടിക്ക് നിന്നില്ല, നേരെ ഒഴിക്കുമോ ഒരു നേരം വെട്ടിക്കൊണ്ടിരിക്കും, എന്നിട്ട് വേണം അങ്ങോട്ട് കയറാൻ. ഇത് ചെറിയ കമ്പാണേ, അത് വെട്ടിമാറ്റിയല്ലേ ഈ ഇത് തള്ളുമ്പോഴത്തേക്ക് മറ്റു മരങ്ങളുടെയൊക്കെ തൊലി പോവും. അത് ഒഴിവാക്കാൻ വേണ്ടി വെട്ടിമാറ്റുന്നത്. ഇനി അങ്ങോട്ട് കയറ്റമൊന്നും കിട്ടോ, ലെവലിൻ്റെ സ്ഥലമായി ചെറിയ ചെറിയ കുഴികളുണ്ട്, അതൊന്ന് മൂടി വിട്ടാൽ മതി, വഴി റെഡി ആയി കിട്ടും. ഇനിയിപ്പോൾ അതൊക്കെ മുകളിലേക്ക് കയറുമോ നോക്കട്ടെ. പകുതി കയറി, ഇതൊന്ന് നോക്കാം. ആളുകൾ ഇതിൻ്റെ കീഴേ നിന്ന് മാറത്തില്ല കേട്ടോ, രക്ഷയില്ല. പണി എടുക്കുന്നതിൻ്റെ കീഴെ തന്നെ ഇരിക്കും. ആരും ഉപകാരം ചെയ്യാൻ നിൽക്കുന്നതാണെങ്കിൽ ഇത് ചെറുതായിട്ടൊന്ന് പറ്റിയാൽ പോരെ. ഈ മുകളിലേക്ക് വെച്ച് കയറാവേ, കയറുമെന്ന് അറിയത്തില്ല, പരിശ്രമിച്ച് നോക്കാം. നനവില്ല കയറും സുഖമായിട്ടും കയറുന്നുണ്ട്. അവിടെ ഒരു കുറ്റിയുടെ മരത്തിന്റെ വേരുണ്ട്, അതൊക്കെ കിടന്ന് കറങ്ങിയതാണ്. കിണറാണോ? ആ എൻ്റെ മന്നെ അവിടെ ഒരു കിണറുണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ കണ്ടില്ലായിരുന്നു. അവർ കിണറാണെന്ന് മണ്ണ് എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് അവർ പറഞ്ഞത്. നല്ല നേരെ കെട്ടി കിണറും മൂടി വഴി വെട്ടി കിണറിൻ്റെ മുകളിൽ കൂടെ പോകേണ്ടി വന്നു. കയറ്റിക്കൊണ്ടിരിക്കുക, നല്ല പോലെ കറങ്ങുന്നുണ്ട്, നനവാന്നേ ഭയങ്കര. എന്നാ ചെയ്യാൻ? ഈ വീഡിയോസ് എല്ലാം നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. പിന്നെ ഒരു കാര്യം പറയാനുള്ള, ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ ബെല്ലൈക്കൺ ഓൾ അമർത്തണേ. മരത്തിൻ്റെ ഇടയിൽ കൂടെ കയറുമെന്ന് നോക്കട്ടെ വണ്ടി. അങ്ങനെയുള്ള അതിൻ്റെ കൂടെ പോകത്തില്ല, ആ മരം ബലം വിട്ടേണ്ടി വരും. പോവാണെങ്കിൽ കയറി പോവും. കയറുമോ? കറക്റ്റ് വീഡിയോ ഉള്ളു. മരത്തെ തട്ടിയ റബ്ബറിൻ്റെ വില, റബ്ബർ വെട്ടുന്ന റബ്ബറാട്ടോ. അവിടെ ഒരു വയറുണ്ട്, ആ വയറല്ല കേട്ടോ, പൈപ്പാട്ടോ. ആ പൈപ്പ് കട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ അത് പൊട്ടിപ്പോയി. ഇപ്പം കട്ട് ചെയ്ത് മാറ്റാമെന്ന് പറഞ്ഞു. കാര്യം ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കയറിപ്പോയാൽ മതി. ഉണക്കാണെങ്കിൽ തള്ളിയിട്ടാ ജസ്റ്റ് കുഴിയൊന്നും മൂടി പോകുന്നേ ഉള്ളേ. വലിയ കട്ടിങ്ങൊന്നുമില്ല, അത് കാരണം വണ്ടി കയറിപ്പോരും. ജസ്റ്റ് ചെറിയ ചെറിയ കുഴികളും ഈ മുഴപ്പൊക്കെ ഒന്ന് എടുത്ത് പിക്കപ്പ് ഒന്ന് ജസ്റ്റ് കയറാവുന്ന രീതിയിലാക്കുന്നേ ഉള്ളൂ കേട്ടോ. പിക്കപ്പിന് 2 ലോടി കൂടുതൽ കാണുന്നു. വഴി വെട്ടി ഇപ്പം ഈ മരത്തിൻ്റെ ഇവിടെ വരെ വന്നു കേട്ടോ. ആഞ്ഞിന് ചിലപ്പം ജസ്റ്റ് ഒന്ന് വെട്ടേണ്ടി വരും. അല്ല, അപ്പുറം ഒരു റബ്ബറുണ്ട്, ആ റബ്ബർ കളയാതെ സൂക്ഷിക്കാനാണ് പറയുന്നത്. ഈ സൈഡിലും റബ്ബറുണ്ട്, അവിടെ റബ്ബറുണ്ട്. വഴി പകുതിയോളം വെട്ടി കഴിഞ്ഞു. ആഞ്ഞിൽ തള്ളി വിടാം. ആഞ്ഞിൽ തള്ളി വിട്ടാൽ ഈ പൊങ്ങി നിൽക്കുന്ന ഭാഗം ഈ കുഴിയിലേക്ക് ഇടാവും. റബ്ബറൊക്കെ ആരാവും. ഈ റബ്ബറെ മുട്ടാത്ത രീതി വണ്ടി പോകണം. ഈ സൈഡിൽ വെച്ച് മണ്ണിട്ട് കൊടുത്ത് ഉറപ്പിക്കുകയാണെങ്കിൽ മുട്ടാതെ കയറി പോകും. താഴോ ഇല്ലെന്ന് ഇപ്പം JCB കയറും പറയാം. അവിടെ താഴോ JCBയുടെ വീൽ ബേസിന്റെ ഉള്ളിലല്ലേ വരത്തുള്ളൂ പിക്കപ്പിന്റെ. എന്നാലും നമ്മൾ കറക്റ്റ് സെൻറ്റർ പിടിച്ച് പോവുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ പിക്കപ്പ് കയറി പോകുന്നുള്ളൂ. പുറകോട്ട് നോക്കിയില്ലേ ബക്കറ്റ് അടിക്കും. അതുപോലെ മരം എല്ലാം ചെരിഞ്ഞും പറഞ്ഞൊക്കെ വയ്ക്കുന്നുണ്ട്. കുറവ് ശ്രദ്ധിക്കണം. ഇനി മറിച്ചിട്ട് വെട്ടുക, കുറച്ചുകൂടെ മുന്നോട്ട് കയറ്റിയിടാം. റബ്ബറിൻ്റെ വേര് പോകാതെ എടുക്കണമെന്നാണ് പറഞ്ഞത്. ഈ സൈഡിൽ കൂടെ ഇവിടെ കുറച്ചുകൂടെ ഈ ഇടത്തോട്ട് തിരിഞ്ഞാൽ റബ്ബറിൻ്റെ വേര് പോകാതെ എടുക്കാൻ പറ്റും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കട്ടെ. അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. കമ്പ്യൂട്ടർ പറയുന്ന പോലെ ഒന്നും വിചാരിക്കരുത്. ഞാൻ നോക്കിയിട്ട് ഒത്തിരി മണ്ണുള്ളടത്ത് വഴി വെട്ടാനായിട്ട് എളുപ്പം. ഈ മണ്ണില്ലാത്തടത്ത് വഴി വെട്ടാതിരിക്കുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ വഴി ഷേപ്പായി വരാൻ പാടെന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ ആക്കി മണ്ണ് വേണ്ടേ. കാര്യം കാണുമ്പോൾ ചെറിയ മണ്ണ എടുത്ത് മാറ്റാനുള്ളൂ, ചെറിയ വർക്കുകളെന്ന് പറയും. വഴിയുടെ ഷേപ്പിലേക്ക് ആക്കി എടുക്കണമെങ്കിൽ ഈ മണ്ണ് വലിക്കാതെ പറ്റത്തുമില്ല.
ഒത്തിരി മണ്ണുണ്ടെങ്കിൽ ജസ്റ്റ് 2 വലി വലിക്കുമ്പോഴത്തേനും വഴിയായി. പിന്നെ വണ്ടി കയറിയാൽ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് കുഴികളുടെ എണ്ണം കൂടി കേട്ടോ. കുഴികളുടെ എണ്ണം കൂടി, മണ്ണെടുക്കാൻ മണ്ണുമില്ല. എങ്ങനെ ആക്കി കൊടുക്കുവോ? കനം കിടക്കുന്ന ഷേപ്പിൽ അങ്ങ് വഴി ആഴ്ച അങ്ങ് പോവാം. അതേ ഇപ്പം നടപടിയുള്ളൂ. നാഷണൽ ഹൈവേ കിട്ടുന്ന പോലെ ഒന്നും വെട്ടാൻ പറ്റത്തില്ല. ഈ വെട്ടി ഏകദേശം 3/4 ഭാഗത്തോളം വെട്ടിയേ. അങ്ങനെ കൊണ്ട് കയറിപ്പോ. ഇവിടുത്തെ പ്രശ്നം ചെയ്യും, റബ്ബറേ വിട്ടാതെ വേണം കയറിപ്പോ. ഈ ബാക്കി 2 ബക്കറ്റ് നമ്മളിങ്ങനെ വച്ച് കയറുമ്പോൾ പൊട്ടിയാൽ തീർന്നു. ചെറിയ റബ്ബറാണ്, തൊട്ടല്ലേ എന്നാ പറഞ്ഞത്. ഇവിടുന്ന് പോകേണ്ടത് ഈ ആഞ്ഞിലിയുടെ സൈഡിൽ കൂടെ, ഈ മരത്തിന്റെ ഇടയിൽ കൂടെ വേണം പോകാൻ. 2 മരത്തിന്റെ ഈ ആഞ്ഞിലിയുടെ ഇടയിൽ കൂടെ അങ്ങോട്ട് കയറും. അതിന്റെ ഇടയിൽ കൂടെ വളച്ചെടുത്തോളാനാണ് വണ്ടി വരെ വളഞ്ഞു പോകുന്നത്. അവിടെ ഇവിടെയെല്ലാം മരം വെക്കും. ഈ ചെറിയ ഓട്ടോട്ടോ എല്ലാം ശരിയാ, വളച്ചെടുത്തൊക്കെ പോകും. ആഴ് വന്നു ചെളി മണ്ണെന്ന് പറഞ്ഞാൽ ചെളി. ആ കയ്യാലെ വിളിക്കണമെന്ന് തോന്നുന്നു കേട്ടോ. അത് കാപ്പി ഉണ്ട്, ആ കാപ്പി കുറച്ച് കളയോ. കയ്യാലക്കല്ല് മാറ്റി ഇടണം. കയ്യാലക്കല്ല് മാറ്റി ഇടണം അല്ലേ? ആ ആ ആ മാറ്റിയിടാം. ആ ചേട്ടനൊന്ന് മാറുമായിരുന്നേ കയ്യാൽ വിളിക്കുക. അതൊക്കെ ഇങ്ങോട്ട് ചാടിച്ചിട്ട് ആ അങ്ങോട്ട് വണ്ടി കയറണ്ട കേട്ടോ. കല്ല് മാത്രം മാറ്റിയാൽ മതി. വഴി അങ്ങനെ വെട്ടി ഏകദേശം ഇത്ര ആക്കിയേ. ആ കാണുന്നുണ്ടോ? ഈ വണ്ടി കയറിയപ്പോ അത് താഴ്ന്നു പോകുന്നുണ്ട്. താഴ്ന്നു പോകുന്നോണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് മണ്ണിട്ട് ലെവൽ ചെയ്യണം. താഴ്ന്നു പോകുന്നോട്ട് മാത്രം ജസ്റ്റ് ചെറുതായിട്ട് മണ്ണ് വലിച്ചിട്ട് കൊടുക്കാൻ തോന്നും. ജസ്റ്റ് ഒന്ന് തള്ളി അങ്ങ് പോവാം. കമ്പടത്തി റബ്ബർ ഇടയ്ക്ക് നിന്ന് മാറ്റി വിടും. കറക്റ്റ് സ്റ്റെബിലൈസറിൻ്റെ ടയറിൻ്റെ ഇടയ്ക്ക് ഇടും. ഇനി ഇവിടെ നേരെ തള്ളി വിടാവേ. നേരെ തള്ളി അങ്ങ് വിട്ട് ഇനി വഴി ഓക്കെ ആകും. ഇനി ആ വഴിയിൽ റോട്ടിൽ ഇറങ്ങുന്നോടം വരെ സ്ട്രെയിറ്റ് ആയിട്ടാണ്. ഇപ്പം അതൊക്കെ തള്ളിപ്പോയ വഴി ആവും. ഈ സൈഡ് താന്ന് കിടക്കാം. ഈ സൈഡിൽ നിന്ന് പൊക്കി കൊടുത്തില്ലെങ്കിൽ ഈ മരത്തെ തട്ടും വണ്ടി വരുമ്പോൾ. അതുകൂടെ നിർമ്മിച്ചു കൊടുത്താൽ ആ വഴി തീരുക. വഴി കിടക്കുന്നുണ്ടോ? തള്ളി വന്നപ്പോൾ തന്നെ നീറ്റായി കേട്ടോ. കുറച്ചു പണിയുടെ അവസാനത്തെ ഘട്ടത്തിലേക്ക് വരുവാണ്. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ വണ്ടി കയറിപ്പോയ ഭാഗത്ത് ചെറിയ ഇതൊന്നും ലെവലായി കൊടുക്കുക. ലെവലായി കൊടുത്താൽ ഇവിടുത്തെ പണി തീരുവാണ്. വണ്ടി കയറും, കുഴപ്പമൊന്നുമില്ല. ഇതാണ് വെട്ടിയ വഴിയെ. പിക്കപ്പ് കയറാനുള്ള വഴിയാവും, കുഴപ്പമില്ല. എളുപ്പം പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആ ബെല്ലൈക്കൺ ഉള്ള അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും.